ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് രുചികരമായ പരിപ്പുവട എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ പരിപ്പുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പരിപ്പുവട തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ്, അതായത് 250 ml കപ്പിൽ ഒരു കപ്പ് പീസ് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഈ ഒരു പരിപ്പ് അളന്നെടുക്കാം. അപ്പോൾ ഒരു കപ്പ് പീസ് പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തെടുക്കാം. സാധാരണ നമ്മൾ പരിപ്പുവട തയ്യാറാക്കുമ്പോൾ കടലപ്പരിപ്പ് വെച്ചിട്ടായിരിക്കും കൂടുതലും തയ്യാറാക്കാറുള്ളത്. അല്ലെങ്കിൽ കടലപ്പരിപ്പും സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ടും പരിപ്പുവട തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഈ പീസ് പരിപ്പ് വെച്ച് തയ്യാറാക്കുമ്പോൾ പരിപ്പുവടയ്ക്ക് കൂടുതൽ സ്വാദാണ്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് പീസ് പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. യെല്ലോ സ്പ്ലിറ്റ് പീസാണ് ഇതാണ് പീസ് പരിപ്പ്. ഇനി നമുക്ക് 2 മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം തോരാനായിട്ടൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഈ പരിപ്പ് വടയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വറ്റൽ മുളക്, കറിവേപ്പില. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കൂടുതലും സ്വാദ്. അതുപോലെ എരിവിനായിട്ട് വറ്റൽ മുളകും പച്ചമുളകും വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ വറ്റൽ മുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പീസ് പരിപ്പിലെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കണം. 1-2 ബാച്ചായിട്ട് ചതച്ചെടുത്തിരുന്നാലും മതി. ഒരു കൈപ്പിടിയോളം പീസ് പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. അത് വട ഷേപ്പ് ചെയ്യുമ്പോൾ കാണാനൊരു പരിപ്പ് വട കാണുന്നതിനായിട്ടൊരു ഭംഗിക്ക് കുറച്ച് പരിപ്പ് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി, ഒരു റവയുടെയൊക്കെ ഒരു തരിതരിപ്പ് പോലെ നമുക്കിതങ്ങ് ചതച്ചെടുക്കാം. ഇനി സെയിം മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വറ്റൽമുളകും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് നമുക്ക് വറ്റൽമുളക് ചതച്ചതും അതുപോലെ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കുറച്ച് ഇഞ്ചി, അതുപോലെ കറിവേപ്പില എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും ചേർക്കാം. ഇനി പരിപ്പുവടയിലേക്ക് സ്വാദ് കൂടുന്നതിനായിട്ടൊരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം ചേർക്കാം, ഫെനൽ സീഡ്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്താൽ പരിപ്പുവടയ്ക്ക് സ്വാദ് കൂടും. ഇനി അതുകൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വറ്റൽമുളക് ചതച്ചതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഈ 6 വറ്റൽമുളക് ഈ പരിപ്പുവടയ്ക്ക് കറക്റ്റ് എരിവായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൈ വെച്ചതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ള പരിപ്പുവടയും കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 10 മുതൽ 12 ഒരു മീഡിയം സൈസ് പരിപ്പുവടയായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ 3 പരിപ്പുവട ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പരിപ്പുവടയും കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ ചേർത്തിട്ട് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ പരിപ്പുവടയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ പരിപ്പുവട ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലേ ആ ഒരു പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അതൊന്ന് ഗോൾഡൻ കളറാകാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. ആദ്യം നമ്മൾ പരിപ്പുവട ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബബിൾ ഇതുപോലെ നന്നായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ ബബിളൊക്കെ ഒന്ന് കുറഞ്ഞു വന്ന് നല്ല ക്രിസ്പി ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ പരിപ്പുവടയും ഫ്രൈ ചെയ്ത് എടുക്കാം.
ആദ്യം പരിപ്പുവട ഇടുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഫ്ലെയിം ലോയിലോട്ടിട്ട് പരിപ്പുവട നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും പരിപ്പുവട നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. സാധാരണ കടലപ്പരിപ്പ് വെച്ചിട്ടും അതുപോലെ ടൂർദാലൊക്കെ വെച്ച് തയ്യാറാക്കുന്ന പരിപ്പുവടയെക്കാളും ഒന്നുകൂടി ടേസ്റ്റാണ് ഈ ഒരു പീസ് പരിപ്പ് വെച്ച് തയ്യാറാക്കുന്ന പരിപ്പുവടയ്ക്ക്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അങ്ങനെ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല സ്വാദാണ് ഈ ഒരു പീസ് പരിപ്പ് വെച്ച് തയ്യാറാക്കുന്ന പരിപ്പുവടയ്ക്ക്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.